കോവിഡ് കാലത്ത് എല്ലാവരും തന്നെ മിസ് ചെയ്യുന്ന ഒന്നാണ് പുറത്തുനിന്നുള്ള ഫുഡ്. അതും ഷാപ്പിൽ നിന്നുള്ള ഫുഡായാലോ. ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മീൻ തലക്കറിയും കപ്പയും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചുവന്നുള്ളി, 1/4 കപ്പ് വെളുത്തുള്ളി, ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, എരിവിന് വേണ്ടിയിട്ട് 5 പച്ചമുളക്, ഇത്രയും ഒരു മിക്സി ജാറിലിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി തെറിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്നും ഒരുപാട് വൃത്തികേടൊന്നും ആവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. വെളിച്ചെണ്ണ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് 2 തക്കാളി ഒരു മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്ത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ചുവന്നുള്ളി അതേപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളി മിക്സ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറും അതേപോലെ നല്ലൊരു തിക്നെസ്സും നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് കിട്ടും കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ട് ഒന്ന് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് അതിലെ ഓയിലൊക്കെ അതായത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ മസാലയൊക്കെ വഴറ്റിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയുടെ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിക്കനുസരിച്ചിട്ട് 6 മുതൽ 7 വരെ കഷ്ണം കുടപ്പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതിൽ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കിലോ മീനിൻ്റെ തലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മോദ എന്നുള്ള മീനിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ദശയൊക്കെയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കടയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അവർ നുറുക്കി തരുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ വേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു മീനിന്. അതാണ് ഇതുപോലെ മോദ അല്ലെങ്കിൽ നെയ്മീൻ ഇതിൻ്റെയൊക്കെ തല എടുത്താലുള്ള പ്രത്യേകത. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് 1.5 കിലോ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കപ്പ ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് ഉടയുന്ന കപ്പയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ചാറൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇത് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിന് മേലെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റെങ്കിലും മൂടി വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ കറിക്ക് ഉണ്ടാവുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് ഒന്ന് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. കപ്പയൊക്കെ എപ്പോഴും വേവിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ കപ്പയെല്ലാം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കപ്പ അതേപോലെ തന്നെ മീൻകറിയുടെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം തയ്യാറായിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നൊക്കെ നോക്കാം. ഇത് നല്ല ചാറൊക്കെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് താളിച്ചെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് ചുവന്നുള്ളി ചതച്ചത്, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ ചുവന്നുള്ളിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി അല്ലെങ്കിൽ ചതച്ച മുളകൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കേട്ടോ. പകരം കുറച്ച് കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഈ ഒരു കപ്പ നല്ല എരിവുള്ള മീൻകറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കാരണം കേട്ടോ മുളകൊന്നും ചേർക്കാത്തത്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷാപ്പിലെ രീതിയിലുള്ള കപ്പയും അതുപോലെ മീൻ തലക്കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഈ മീൻകറി കാണുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവും, പക്ഷേ ഒട്ടും തന്നെ എരിവുണ്ടാവില്ല കേട്ടോ. നമ്മൾ കൂടുതൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് കാരണം തന്നെ ആവശ്യത്തിനുള്ള എരിവ് മാത്രമാണ് ഈ ഒരു മീൻകറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഷാപ്പിൽ കറി മിസ് ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ തലക്കറി വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.